പേരൻസൊക്കെ സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ്, മോൻ 10ാം ക്ലാസ്സിലാണ്, മോള് 10ാം ക്ലാസ്സിലാണ്, പഠിക്കാൻ താല്പര്യമില്ല സാറേ, എപ്പോൾ കണ്ട നേരവും റീല് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ക്ഷീണമാണ്, എല്ലാത്തിനും ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായിട്ട് പേരൻസ് വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് ചോദിക്കുന്നത് ഇതിന് പെട്ടെന്ന് ഒരു ക്യാപ്സ്യൂളിനകത്ത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടുമെന്നാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ കുട്ടികളുടെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് 10 വയസ്സ് വരെയുള്ള സമയമാണ്. ആ 10 വയസ്സ് വരെയുള്ള സമയത്ത് അവരെ ഒരു ഹാപ്പി ചൈൽഡ് ആക്കാൻ നമുക്ക് കഴിയാതെ പോയതും, പിന്നീട് ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ, പ്രത്യേകിച്ച് ഒരു ടീൻ ഡെവലപ്മെൻറ്റ് ഏരിയയിൽ ആ കുട്ടിക്ക് വേണ്ട ഡെവലപ്മെൻറ്റൽ നീഡ്സ് എന്തൊക്കെ ആണെന്ന് മനസ്സിലാക്കാതെ പോയതുമൊക്കെയാണ് ഇപ്പോൾ ഈ 10ാം ക്ലാസ്സിൽ കാണുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ഇത് കുട്ടി കൊണ്ടുവന്നൊന്നുമല്ല, നമ്മൾ ആ ജെനറ്റിക്സും എൻവയോൺമെൻറ്റിലൂടെയൊക്കെ ആ കുട്ടിയിൽ അത് സൃഷ്ടിച്ചതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതെന്താണെന്ന് മനസ്സിലാക്കണം. പല കുട്ടികളും ഒന്ന് കളിക്കുന്ന പോലുമില്ല, ഓടുന്നില്ല, ചാടുന്നില്ല, അവർക്ക് ഫ്രണ്ട്സ് ഇല്ല, അവരുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസ് ഒന്നും പ്രൊഡ്യൂസ് ആവുന്നില്ല, അവർ നന്നായിട്ട് ന്യൂട്രിറ്റീവായിട്ട് ആഹാരം കഴിക്കുന്നില്ല, ശരിയായ രീതിയിൽ ഒരു അച്ചടക്കമോ ചിട്ടയോ ഒന്നും അവരുടെ ലൈഫിലില്ല. അപ്പോൾ എന്താണ് അവരുടെ പ്രോബ്ലം? ഇനി പേരൻസ് തന്നെ അമിതമായ പ്രതീക്ഷകൾ വെച്ചാൽ കുട്ടികൾ വിൽറ്റ് ചെയ്തു പോകും. പേരൻസ് പിന്നെ അവരുമായിട്ടുള്ള ഇടപെടൽ എങ്ങനെയാണ്, അവരുമായിട്ടുള്ള ഇമോഷണൽ കണക്റ്റ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത്. പേരൻസ് തമ്മിലെങ്ങനെയാണ്, സിബിളിങ്സുമായിട്ടുള്ള ആ കുഞ്ഞുങ്ങളുടെ ജീവിതം എങ്ങനെയാണ്, ഇതെല്ലാം അനലൈസ് ചെയ്താലേ നമുക്ക് എന്താണ് ഇതിൻ്റെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെ പാച്ച് വർക്ക് ചെയ്ത് തൽക്കാലം 10ാം ക്ലാസ് ജയിപ്പിക്കാനല്ല പേരൻസ് ശ്രമിക്കേണ്ടത്. ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഒരു കുട്ടി ഒരു 10-25 വയസ്സാകുമ്പോൾ ആ കുട്ടി ജീവിതത്തിൽ മെച്ചമായി നിൽക്കുമോ, ജീവിതത്തെ നേരിടാനുള്ള പ്രാപ്തിയോടെ നിൽക്കുമോ, അതിനുവേണ്ടി ഒരു ലോങ് ടേമായിട്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്.